കുറേ ട്രെയിനുകളിൽ ഡി റിസർവ്ഡ് കോച്ചുകൾ ഇയർ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുള്ളിൽ സീസൺ ടിക്കറ്റുകാർക്കും യാത്ര ചെയ്യാം. അതുപോലെ ഡി റിസർവ്ഡ് സ്ലീപ്പർ ടിക്കറ്റ് അതാത് സമയങ്ങളിൽ എടുക്കുന്ന അൺറിസർവ്ഡ് സ്ലീപ്പർ എടുക്കുന്നവർക്ക് യാത്ര ചെയ്യാൻ പറ്റും. അപ്പോൾ ചെയ്യേണ്ടത് സെക്കൻഡ് ക്ലാസ് ടിക്കറ്റ് വാങ്ങിയിട്ട് ട്രെയിനിൽ ടിക്കറ്റ് പരിശോധകരെ കണ്ട് അത് കൺവേർട്ട് ചെയ്ത് വാങ്ങണം. ഏത് ക്ലാസ്സിലാണോ നിങ്ങൾ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ ക്ലാസ്സിലേക്ക് കൺവേർട്ട് ചെയ്ത് വാങ്ങിയതിന് ശേഷമാണ് സീറ്റിൽ ഇരിക്കേണ്ടത്. അതാണ് റെയിൽവേ നിയമപ്രകാരം നമ്മുടെ റൈറ്റ്. ട്രെയിൻ കോട്ടയം എത്തി അല്ലെങ്കിൽ ചെങ്ങന്നൂർ എത്തിയപ്പോഴത്തേക്കാണ് ഒരു ടിക്കറ്റ് പരിശോധന അല്ലെങ്കിൽ സ്ക്വാഡ് ടി നിങ്ങളെ വന്നിട്ട് കാണുന്നത്. അപ്പോൾ നോർമലി റെയിൽവേ നിയമപ്രകാരം നിങ്ങൾ ഫൈൻ അടയ്ക്കാൻ ബാധ്യസ്ഥനാണ്. ഫൈൻ എമൗണ്ട് എക്സസ് ഫെയർ എമൗണ്ട് എന്ന് പറയുന്നത് ഇന്ത്യൻ റെയിൽവേയിൽ 250 രൂപയാണ്. അതും പിന്നെ ഡിഫറൻസ് ഓഫ് ഫെയർ ആ പിടിക്കുന്ന സ്റ്റേഷൻ വരെയും പിന്നെ ആ സ്റ്റേഷനിൽ നിന്ന് തുടർന്നുള്ള യാത്രയ്ക്കുള്ള ഡിഫറൻസ് ഫെയറും കൊടുക്കണം. ഇത്രയൊരു എമൗണ്ട് കൊടുക്കേണ്ടി വരും. പകൽ സമയം സെക്കൻഡ് ക്ലാസ് എടുത്താണ് യാത്ര ചെയ്യുന്നതെങ്കിൽ TTA കണ്ട് കൺവേർഷൻ എമൗണ്ട് കൊടുത്ത് സീറ്റ് ഉറപ്പിച്ച് വാങ്ങുക. നമസ്കാരം, യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്ന ഈ പരിപാടിയിലേക്ക് സ്വാഗതം. കേരളത്തിൽ പകൽ സമയം യാത്ര ചെയ്യാൻ വേണ്ടി റെയിൽവേ ഡി റിസർവ്ഡ് സ്ലീപ്പർ ടിക്കറ്റുകൾ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അത് കുറച്ച് ട്രെയിനുകളിൽ മാത്രമാണ്. ഉദാഹരണത്തിന് സ്ലീപ്പർ കോച്ചുകളിൽ ചിലത് ഡി റിസർവ്ഡ് കോച്ചുകളായി ഉള്ള ചില ട്രെയിനുകളിൽ മാത്രമാണ് ഡി റിസർവ്ഡ് സ്ലീപ്പർ കോച്ച് ടിക്കറ്റുകൾ ഇഷ്യൂ ചെയ്യുന്നത്. ഉദാഹരണത്തിന് തിരുവനന്തപുരം ചെന്നൈ മെയിൽ, അതുപോലെ ആലപ്പി ധൻബാദ്, കന്യാകുമാരി പൂനെ, കന്യാകുമാരി ബാംഗ്ലൂർ ഐലൻഡ് എക്സ്പ്രസ്, ഇങ്ങനെ കുറേ ട്രെയിനുകളിൽ ഡി റിസർവ്ഡ് കോച്ചുകൾ ഇയർ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുള്ളിൽ സീസൺ ടിക്കറ്റുകാർക്കും യാത്ര ചെയ്യാം. അതുപോലെ ഡി റിസർവ്ഡ് സ്ലീപ്പർ ടിക്കറ്റ് അതാത് സമയങ്ങളിൽ എടുക്കുന്ന അൺറിസർവ്ഡ് സ്ലീപ്പർ എടുക്കുന്നവർക്ക് യാത്ര ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ മറ്റ് വണ്ടികളിൽ കഴിഞ്ഞ 2-3 മാസം മുന്നേ സദേൺ റെയിൽവേ നിർത്തലാക്കി. അതിനു മുമ്പ് കേരള എക്സ്പ്രസ്സിലൊക്കെ ട്രിവാൻഡ്രത്ത് നിന്ന് കൊല്ലത്തോ എറണാകുളമോ പോകുന്നതിന് സ്ലീപ്പർ ടിക്കറ്റ് ഇഷ്യൂ ചെയ്തിരുന്നു. ഇപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ദൂരെ ഉള്ള സ്റ്റേറ്റുകളിൽ നിന്നൊക്കെ ട്രിവാൻഡ്രത്തേക്ക് വരുന്ന, അതായത് ഡൗൺ ട്രെയിനുകളിൽ, തിരിച്ച് റിട്ടേൺ ട്രെയിനുകളിൽ ഒരുപാട് സീറ്റുകൾ ഒഴിഞ്ഞു കിടന്നിരുന്നത് കൊണ്ട് ഇത്തരം സ്ലീപ്പർ ടിക്കറ്റുകൾ ഇഷ്യൂ ചെയ്തിരുന്നു. ഇപ്പോൾ അത് നിർത്തലാക്കിയതിന് പല കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ്. അത് റിസർവ് ചെയ്തവരുടെ സീറ്റ് ഡി റിസർവ്ഡ് ടിക്കറ്റുകാർ അല്ലെങ്കിൽ അൺറിസർവ്ഡ് സ്ലീപ്പർ ടിക്കറ്റുകാർ കയ്യേറി അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യം കൂടി വന്നപ്പോഴാണ് ഇത്തരം സ്ലീപ്പർ ടിക്കറ്റുകൾ റെയിൽവേ നിർത്തലാക്കിയത്. അപ്പോൾ ഇപ്പോൾ നിരന്തരം സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ക്ലാസ് ടിക്കറ്റുമായി പഴയതുപോലെ ട്രെയിനിൽ കയറുകയും കുറേ ദൂരം സഞ്ചരിക്കുകയും അല്ലെങ്കിൽ TTA ഒരുപക്ഷെ TTA കണ്ട് ബാക്കി കൺവേർഷൻ എമൗണ്ട് കൊടുത്തിട്ട് കൺവേർട്ട് ചെയ്ത് സ്ലീപ്പറിലോ AC-ലോ ഒക്കെ വാങ്ങി വരുന്നവരുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ ചെയ്യേണ്ടത്. പ്രധാനപ്പെട്ട ട്രെയിനുകൾ ഇപ്പോൾ ഉദാഹരണത്തിന് 16526 ഐലൻഡ് എക്സ്പ്രസ് കന്യാകുമാരിയിലേക്ക് വരുന്നത്, ബാംഗ്ലൂരിൽ നിന്ന് വരുന്നത്, ഈ ട്രെയിനിന് മുമ്പ് തൃശ്ശൂർ മുതലൊക്കെ സ്ലീപ്പർ ടിക്കറ്റ് കൊടുത്തിരുന്നു. ഇപ്പോൾ അത് കൊടുക്കുന്നില്ല. അപ്പോൾ ചെയ്യേണ്ടത് സെക്കൻഡ് ക്ലാസ് ടിക്കറ്റ് വാങ്ങിയിട്ട് ട്രെയിനിൽ ടിക്കറ്റ് പരിശോധകരെ കണ്ട് അത് കൺവേർട്ട് ചെയ്ത് വാങ്ങണം. ഏത് ക്ലാസ്സിലാണോ നിങ്ങൾ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ ക്ലാസ്സിലേക്ക് കൺവേർട്ട് ചെയ്ത് വാങ്ങിയതിന് ശേഷമാണ് സീറ്റിൽ ഇരിക്കേണ്ടത്. അതാണ് റെയിൽവേ നിയമപ്രകാരം നമ്മുടെ റൈറ്റ്, നമ്മുടെ അവകാശം. അത്രയേ ഉള്ളൂ. ഇനി എങ്ങനെയല്ല എങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. നമ്മൾ സെക്കൻഡ് ക്ലാസ് ടിക്കറ്റ് എടുത്തു, ട്രെയിനിൽ കയറി, ഒരുപക്ഷെ TTA കാണാത്തതുണ്ടാവാം. നമ്മളെവിടെയെങ്കിലും കയറിയിരുന്നു, അതിരാവിലെയൊക്കെയാണ്, 5 മണിക്കൊക്കെ കയറിയതാണ്. നമ്മളേതെങ്കിലും അപ്പർ ബർത്തിൽ കയറി കിടന്നു. അത് കഴിഞ്ഞിട്ട് തൃശ്ശൂരിൽ നിന്നാണ് കയറിയത്. ട്രെയിൻ കോട്ടയം എത്തി അല്ലെങ്കിൽ ചെങ്ങന്നൂർ എത്തിയപ്പോഴത്തേക്കാണ് ഒരു ടിക്കറ്റ് പരിശോധന അല്ലെങ്കിൽ സ്ക്വാഡ് TT നിങ്ങളെ വന്നിട്ട് കാണുന്നത്. അപ്പോൾ നോർമലി റെയിൽവേ നിയമപ്രകാരം നിങ്ങൾ ഫൈൻ അടയ്ക്കാൻ ബാധ്യസ്ഥനാണ്. നിങ്ങളെ പിന്നെ കൺവേർട്ട് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. പിന്നെ നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്നത് അൺഓതറൈസ്ഡ് ട്രാവലർ എന്നുള്ള നിലയ്ക്കാണ്. ഇത് സാഹചര്യം നമുക്കറിയാം. റെയിൽവേ സ്ലീപ്പർ ടിക്കറ്റ് കൊടുത്തിരുന്നു, ഇപ്പോൾ കൊടുക്കുന്നില്ല. അങ്ങനെയൊക്കെ ആണെങ്കിലും നിയമപ്രകാരം ഇങ്ങനെയാണ്. നമ്മൾ ഈ ഫൈൻ അടയ്ക്കാൻ കൂടി ബാധ്യസ്ഥരാണ്. നോർമൽ കൺവേർഷൻ ആയിരിക്കില്ല. ഒരുപക്ഷെ TTമാർ കൺവേർഷനൊക്കെ തരുന്നുണ്ടാവാം. എന്നാലും ഉദാഹരണത്തിന് നമ്മളെ കണ്ണിൽപ്പെട്ടില്ല, അല്ലെങ്കിൽ TTയെ കണ്ടില്ല, TT നമ്മളെ കണ്ടില്ല, ഇങ്ങനെയൊക്കെ സാഹചര്യത്തിൽ ഒരുപക്ഷെ നമ്മൾ കുറേ ദൂരം സഞ്ചരിച്ചു പോന്നു.
അതിനുശേഷം ടി ടി വന്നു. നമുക്ക് നോർമലി കൺവേർഷൻ തരുന്നുണ്ടാവാം. അങ്ങനെ തരുന്നതാണ്, അതൊരു അവകാശമല്ല. യഥാർത്ഥത്തിൽ റൂൾ പറയുന്നത് നമ്മൾ സീറ്റ് ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ റിസർവ്ഡ് കമ്പാർട്ട്മെൻറ്റിൽ ഇരിക്കാവൂ എന്നുള്ളതാണ്. അങ്ങനെ അല്ലെങ്കിൽ റെയിൽവേ ട്രീറ്റ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അൺഓതറൈസ്ഡ് ട്രാവലർ എന്നുള്ള നിലയ്ക്കാണ്. ആ സമയത്ത് ഫൈൻ അടയ്ക്കേണ്ടി വരും. ആ ഫൈൻ എങ്ങനെയാണ് എന്ന് പറയാം. ഉദാഹരണത്തിന് നിങ്ങൾ ട്രിവാൻഡ്രത്തുനിന്ന് എറണാകുളം വരെ യാത്ര ചെയ്യുന്നു. കേരള എക്സ്പ്രസ്സിൽ കയറി എറണാകുളം വരെയുള്ള സെക്കൻഡ് ക്ലാസ് ടിക്കറ്റ് എടുത്ത് S5-ലോ S6-ലോ ഏതെങ്കിലും ഒരു കോച്ചിലിരിക്കുന്നു. കൊല്ലം കഴിഞ്ഞപ്പോൾ നിങ്ങൾ ട്രിവാൻഡ്രത്തുനിന്ന് നിങ്ങൾ ടി വരുന്നു, അല്ലെങ്കിൽ വർക്കലയ്ക്കുള്ളിൽ വരുന്നു. വേക്കൻസി ഉണ്ടെങ്കിൽ അയാൾ നിങ്ങൾക്ക് കൺവേർഷൻ എമൗണ്ട് വാങ്ങി 90-100 രൂപയ്ക്കകത്തുള്ള കൺവേർഷൻ എമൗണ്ട് വാങ്ങിയിട്ട് നിങ്ങൾക്ക് സ്ലീപ്പറിലേക്ക് കൺവേർട്ട് ചെയ്ത് സീറ്റ് ഉറപ്പിച്ച് തരും. ചില ദിവസങ്ങളിൽ അങ്ങനെ കാണണമെന്നില്ല. ഉദാഹരണത്തിന് അവധിക്ക് തൊട്ട് മുന്നുള്ള വെള്ളിയാഴ്ച അല്ലെങ്കിൽ ശനി ഞായർ ഈ ദിവസങ്ങളിൽ എറണാകുളം പോലും ആ വണ്ടിയിൽ വേക്കൻസി കാണണമെന്നില്ല. അങ്ങനെ ആ സമയത്ത് ഒരു പക്ഷേ ടി നിങ്ങളോട് പറയും നിങ്ങൾ ഇറങ്ങി അടുത്ത കോച്ചിലേക്ക് പോകുമെന്ന് പറഞ്ഞിട്ട് സെക്കൻഡ് ക്ലാസ്സിലേക്ക് പറഞ്ഞു വിടുകയാണ് സാധാരണ ചെയ്യുന്നത്. അത് തൊട്ടടുത്ത സ്റ്റേഷൻ വരെയൊക്കെ അങ്ങനെ ആയിരിക്കും. ഇനി അങ്ങനെയല്ല, കൊല്ലമൊക്കെ കഴിഞ്ഞിട്ടാണ് ഒരു സ്ക്വാഡ് നിങ്ങളെ ലൊക്കേറ്റ് ചെയ്ത് നിങ്ങളെ കാണുന്നത് എങ്കിൽ നിങ്ങളെ ഫൈൻ ചെയ്യും. അതെങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. അത് മിനിമം 250 രൂപ എക്സസ് കൊടുക്കണം. അതിൻ്റെ അർത്ഥം 250 രൂപ കൊടുക്കണമെന്നല്ല, അതിലേറെ വരും. അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. കൊല്ലം വരെയുള്ള നിങ്ങളുടെ സെക്കൻഡ് ക്ലാസ്സിൻ്റെ ചാർജ് നിങ്ങൾ കൊടുത്തത്, നിങ്ങൾ എറണാകുളം ടിക്കറ്റാണ് എടുത്തിരിക്കുന്നത്, കൊല്ലം വരെയുള്ള ടിക്കറ്റിൻ്റെ ചാർജ് 40 രൂപ, അല്ലെങ്കിൽ സൂപ്പർ ഫാസ്റ്റ് ആണെങ്കിൽ 55 രൂപ. അത് കഴിഞ്ഞിട്ട് അതിനെ സ്ലീപ്പർ ആക്കുന്നതിനുള്ള ഡിഫറൻസ് അത് 120 രൂപ. കേരള എക്സ്പ്രസിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. കാരണം സ്ലീപ്പർ കോച്ചിൽ സൂപ്പർ ഫാസ്റ്റിൽ മിനിമം ഡിസ്റ്റൻസ് 200 കിലോമീറ്റർ വരെയുള്ള ചാർജ് 175 രൂപയാണ്. അപ്പോൾ നിങ്ങൾ കൊല്ലം വരെയുള്ള ഡിഫറൻസ് ഓഫ് ഫെയർ 120 രൂപയും പിന്നെ 250 രൂപയും 370 രൂപ കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സ്ലീപ്പറിൽ തന്നെ യാത്ര തുടരണമെന്നുണ്ടെങ്കിൽ കൊല്ലം മുതൽ എറണാകുളം വരെയുള്ള ബാക്കി എമൗണ്ട് ഏകദേശം 90-100 രൂപ കൂടി വീണ്ടും കൊടുക്കേണ്ടി വരും. നോർമലി വേക്കൻസി ഉണ്ടെങ്കിൽ ട്രിവാൻഡ്രം ടു എറണാകുളം 100 രൂപയ്ക്ക് അകത്ത് വരുന്ന ഒരു എമൗണ്ടാണ്. പക്ഷേ വേക്കൻസി ഇല്ല, നിങ്ങൾ അൺഓതറൈസ്ഡ് ട്രാവലറായി നിങ്ങളെ 2-3 സ്റ്റേഷൻ അപ്പുറം വെച്ചിട്ടാണ് പിടിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഫൈൻ എമൗണ്ട്, എക്സസ് ഫെയർ എമൗണ്ട് എന്ന് പറയുന്നത് ഇന്ത്യൻ റെയിൽവേയിൽ 250 രൂപയാണ്. അതും പിന്നെ ഡിഫറൻസ് ഓഫ് ഫെയർ ആ പിടിക്കുന്ന സ്റ്റേഷൻ വരെയും പിന്നെ ആ സ്റ്റേഷനിൽ നിന്ന് തുടർന്നുള്ള യാത്രയ്ക്കുള്ള ഡിഫറൻസ് ഫെയറും കൊടുക്കണം. ഇത്ര ഒരു എമൗണ്ട് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് പകൽ സമയം സെക്കൻഡ് ക്ലാസ് എടുത്താണ് യാത്ര ചെയ്യുന്നതെങ്കിൽ TTയെ കണ്ട് കൺവേർഷൻ എമൗണ്ട് കൊടുത്ത് സീറ്റ് ഉറപ്പിച്ച് വാങ്ങുക. അത് നമ്മുടെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ്. അപ്പോൾ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നിങ്ങൾ ജസ്റ്റ് ഡീകോഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ, റെയിൽവേ യാത്രാ സംബന്ധമായ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇതിൽ കമൻറ്റായി രേഖപ്പെടുത്തുക. ആ സംശയങ്ങൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ദൂരീകരിക്കാവുന്നതാണ്. നന്ദി.